ഐഡിയാസ്. അപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ കണ്ടിന്യൂ ആണ്. 92ാമത്തെ ചോദ്യം. ഒരു കുടുംബത്തിൽ അജയനും അയാളുടെ ഭാര്യയും 4 ആൺമക്കളും അവരുടെ ഭാര്യമാരും ഉണ്ട്. ഓരോ ആൺമക്കൾക്കും 3 വീതം ആൺകുട്ടികളും 2 വീതം പെൺകുട്ടികളുമുണ്ട്. എങ്കിൽ ആ കുടുംബത്തിൽ എത്ര ആൺകുട്ടികളുണ്ട്? ഒരുപാട് കാര്യങ്ങൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമുക്ക് ആകെ വേണ്ടത് ആ കുടുംബത്തിൽ എത്ര ആണുങ്ങളുണ്ടെന്നാണ്. അപ്പൊ പെൺകുട്ടികളുടെ കാര്യം എല്ലാം വിട്ടേക്കും. ഒരു കുടുംബത്തിൽ അജയനും അയാളുടെ ഭാര്യയും. അപ്പൊ ഭാര്യയെ നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. അജയൻ എന്ന് പറയുന്ന ആള് എ. അജയനും അയാളുടെ ഭാര്യ വേണ്ട, 4 മക്കളുണ്ട്. അപ്പൊ നമുക്ക് 1, 2, 3, 4 മക്കളുണ്ട്. ഈ 4 മക്കൾക്കും എത്രയുണ്ട്? ഓരോ ആൺമക്കൾക്കും 3 വീതം ആൺകുട്ടികളും 2 വീതം പെൺകുട്ടികളുണ്ട്. പെൺകുട്ടികളെ വിട്ടേക്ക്. 3 ആൺകുട്ടികളുണ്ട്. 1, 2, 3. ഓരോരുത്തർക്കും 1, 2, 3. അപ്പൊ നമുക്ക് നോക്കാം. ഗ്രാൻഡ് ചിൽഡ്രൻസ് എത്ര പേരുണ്ട്? ഒരാൾക്ക് 3 വീതമുണ്ട്. അപ്പൊ 3 ഇൻറ്റു 4 മക്കളില്ലേ? 3 ഇൻറ്റു 4 12. ഗ്രാൻഡ് ചിൽഡ്രൻസ് 12 പേരുണ്ട്. അവരുടെ മുൻ തലമുറയിൽ എത്ര പേരുണ്ട്? അവര് 4 പേരാണുള്ളത്. പ്ലസ് 4. പിന്നെ അജയൻ 1. അപ്പൊ എത്രയായി? 14, 4, 12, 4, 16, 1, 17. ഒരു ക്രിക്കറ്റ് കളിയിൽ ആദ്യത്തെ 10 ഓവറിന്റെ റൺ നിരക്ക് 3.2. റൺ നിരക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് കളിച്ച റണ്ണിന്റെ ആവറേജ്. ബാക്കിയുള്ള 40 ഓവറിൽ ഏത് റൺ നിരക്കിൽ റൺ എടുത്താലാണ് എതിർ ടീമിനെതിരെ 282 റൺസ് നേടാൻ സാധിക്കുക? അപ്പൊ 10 ഓവറിലെ റൺ നിരക്ക് 3.2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം 10 ഇൻറ്റു 3.2 ചെയ്താൽ നമുക്ക് എത്ര റൺസ് കിട്ടി എന്ന് അറിയാൻ പറ്റും. 10 ഓവറിലെ റൺ നിരക്ക് 3.2 ആണ്. അപ്പൊ മൊത്തം എത്ര റൺസ് എടുത്തു എന്നറിയാൻ 10 ഇൻറ്റു 3.2 ചെയ്താൽ മതി. അപ്പൊ എത്ര കിട്ടി? 32. അപ്പൊ 10 ഓവർ കൊണ്ട് 32 റൺസ് എടുത്തു. അപ്പം 282 റൺസ് ആണ് നേടേണ്ടത്. അപ്പൊ ബാക്കി എത്ര റൺസും കൂടെ നേടണം? 32 എണ്ണം 10 ഓവറിൽ എടുത്തു. ഇനി ബാക്കി 282 മൈനസ് 282 അപ്പൊ എത്ര വരും? 250 റൺസും കൂടി നേടണം. അത് എത്ര ഓവർ കൊണ്ടാണ്? 40 ഓവർ കൊണ്ട്. അപ്പം എന്ത് ചെയ്യണം? 250നെ 40 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 250നെ 40 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 6.25. അപ്പൊ റൺ നിരക്ക് എന്ന് പറയുന്നത് 6.25. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ജോസഫ് ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് 30 കിലോമീറ്റർ വേഗതയിലും തിരിച്ച് 120 കിലോമീറ്റർ വേഗതയിലും സഞ്ചരിച്ചു. ഈ 2 ദൂരങ്ങളും കൂടി സഞ്ചരിക്കാൻ 5 മണിക്കൂർ എടുത്തുവെങ്കിലും ഒരു വശത്തേക്ക് ജോസഫ് സഞ്ചരിച്ച ദൂരം എത്ര? അപ്പം ഒരേ ദൂരമാണ് സഞ്ചരിച്ചത്. നമുക്ക് നോക്കാം. ജോസഫ് ഒരു സ്ഥലത്തേക്ക് സഞ്ചരിച്ച ദൂരം എക്സ് ആണ്. അപ്പം ജോസഫ് ടോട്ടലായിട്ട് സഞ്ചരിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ട് എക്സ് പോയി, തിരിച്ചും എക്സ് പോയി. അപ്പൊ ടോട്ടൽ ദൂരം 2x. ഈ 2 ദൂരങ്ങളിലേക്കും കൂടി സഞ്ചരിക്കാൻ 5 മണിക്കൂർ എടുത്തു എന്നാണല്ലോ പറഞ്ഞത്. അപ്പം ടൈം എന്ന് പറയുന്നത് 5 മണിക്കൂർ. നമുക്ക് അങ്ങോട്ട് പോയ ദൂരത്തിന് T1 ആയിട്ടും തിരിച്ചു വന്ന സമയത്തിന് T2 ആയിട്ട് എടുക്കുവാണ്. T1 പ്ലസ് T2 എന്ന് പറയുന്നത് ടോട്ടൽ ടൈം 5 മണിക്കൂർ. ഓക്കെ, 5 മണിക്കൂർ. അപ്പം T1 നമുക്ക് കണ്ടുപിടിക്കണം. അപ്പൊ സമയവും ദൂരവും വേഗതയും റിലേറ്റ് ചെയ്ത ഇക്വേഷൻ എന്താണ്? ടൈം ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ സ്പീഡ് എന്ന് പറയും. അപ്പം അങ്ങോട്ട് പോയ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എക്സ് ആണ്. എക്സ് ബൈ അങ്ങോട്ട് പോയ സമയം എന്ന് പറയുന്നത് 30. എക്സ് ബൈ 30 പ്ലസ് തിരിച്ച് T2 എന്ന് പറയുമ്പോൾ ഇങ്ങോട്ട് വന്ന സമയം. അപ്പം ഇങ്ങോട്ട് വന്ന ദൂരം എന്ന് പറയുന്നത് എക്സ് ആണ്. എക്സ് ബൈ ഇങ്ങോട്ട് സഞ്ചരിച്ച സമയം എന്ന് പറയുന്നത് 120 ഈക്വൽ ടു എന്ത് കിട്ടും? 5 കിട്ടും. അപ്പൊ ഇത് സോൾവ് ചെയ്താൽ നമുക്ക് എക്സ് കിട്ടും. സോൾവ് ചെയ്യുമ്പോൾ 120x plus 30x divided by 120 into 30 is equal to 5. ഓക്കെ, സോൾവ് ചെയ്യുമ്പോൾ ആൻസർ എത്രയാണ് കിട്ടുന്നത്?
120 കിലോമീറ്റർ ആണ് ഉത്തരം. ഓക്കെ. 2850 രൂപയ്ക്ക് ഒരു സൈക്കിൾ വിറ്റപ്പോൾ 14% ലാഭം കിട്ടി. ലാഭശതമാനം 8% മതിയെങ്കിൽ സൈക്കിൾ എത്ര രൂപയ്ക്ക് വിൽക്കണം? അപ്പം ഇത് ഞാൻ ചെയ്യുന്നില്ല. അത് സോൾവ് ചെയ്യുമ്പോഴേക്കും നമ്മൾ ആദ്യം സെല്ലിംഗ് എമൗണ്ട് നമുക്ക് 2500 ആണ് കിട്ടുന്നത്. അത് വെച്ച് നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ ആൻസർ 2700 കിട്ടും. 3 വയസ്സിന്റെ വ്യത്യാസത്തിൽ ജനിച്ച 5 കുട്ടികളുടെ വയസ്സുകളുടെ തുക 50 ആണെങ്കിൽ ഏറ്റവും പ്രായം കുറഞ്ഞ കുട്ടിയുടെ വയസ്സ് എത്രയായിരിക്കും? ഇത് നമ്മുടെ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ വെച്ച് ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് എന്താ? ആദ്യത്തെ കുട്ടിയുടെ പ്രായമാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ആദ്യത്തെ കുട്ടിയുടെ പ്രായം നമുക്ക് എ എന്ന് കൊടുക്കാം. ആദ്യത്തെ കുട്ടിയുടെ പ്രായം എ, നമുക്കറിയത്തില്ല, അതാണ് കണ്ടുപിടിക്കേണ്ടത്. ഇവർ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് 3 വയസ്സാന്ന് പറഞ്ഞു. അപ്പം ഡി എന്ന് പറയുന്നത് 3 വരും. ദെൻ 5 കുട്ടികളാണ് ഉള്ളത്. അപ്പം n നമ്പർ ഓഫ് ടേംസ് എന്ന് പറയുന്നത് 5 ആണ്. സം 50 ആണ്. അപ്പൊ ഏത് ഇക്വേഷൻ അപ്ലൈ ചെയ്യണം? S is equal to n/2 2a plus n minus 1 into d. അപ്പം അത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും n എന്ന് പറയുന്നത് 5/2. എസ്സിലേക്ക് നമ്മൾ 50 കൊടുത്തു. 50 is equal to 5/2 into 2a plus 4 into 3. സോൾവ് ചെയ്യുമ്പോഴേക്കും നമുക്ക് കിട്ടുന്ന ആൻസർ എ എന്ന് പറയുന്നത് 4 ആയിരിക്കും. ഇതില് ഈ വലിയൊരു നമ്പർ ആണ് തന്നിരിക്കുന്ന. ഇതിന്റെ ഗുണനഫലത്തിൽ ഒറ്റ സംഖ്യ ഏതാണെന്ന്. അപ്പൊ നമ്മളൊന്നും ചെയ്യണ്ട. ഈ 3 into 6 into 2 into 6 മാത്രം ചെയ്താൽ മതി. അപ്പൊ നമുക്ക് കിട്ടുന്ന ആൻസറിന്റെ അവസാനത്തെ നമ്പർ ഏതാന്ന് നോക്കാം. അത് 6 ആയിരിക്കും. തന്നിരിക്കുന്ന ജോഡികളിൽ ഒരു ജോഡി മാത്രം 3 ജോഡിയിൽ നിന്ന് വ്യത്യാസമാണ്. ഏതാണ്? ഭയങ്കര എളുപ്പമാണ് അല്ലെ? 19, 90. ഇനി അടുത്തത് മോഹനന്റെ ഒരു മാസത്തെ വരുമാനം 50,000 രൂപയാണ്. അതിൽ 15% മക്കളുടെ പഠനത്തിനും 28% വീട്ടു ചെലവിനും 10% വാടകയ്ക്ക് ഉപയോഗിക്കുന്നു എങ്കിൽ മാസാവസാനം മോഹനന്റെ കയ്യിൽ എത്ര സമ്പാദ്യം ഉണ്ട്? അപ്പം 50,000 ആണുള്ളത്. 50,000ത്തിന്റെ 15% എന്ന് പറയുമ്പോൾ എത്ര വരും? 50,000ത്തിന്റെ 15% എന്ന് പറയുന്നത് 7,500. 50,000ത്തിന്റെ 28% എത്രയാന്ന് നോക്കാം. 50,000ത്തിന്റെ 28% എന്ന് പറയുന്നത് 1,400. ദെൻ 50,000ത്തിന്റെ 10%. 50,000ത്തിന്റെ 10% എന്ന് പറയുന്നത് എത്രയായിരിക്കും? 5,000. അപ്പൊ ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുന്നതാണ് പുള്ളിയുടെ ടോട്ടൽ ചെലവെന്ന് പറയുന്നത്. 7,000 പ്ലസ് 7,500 പ്ലസ് 1,400 പ്ലസ് 5,000 എന്ന് പറയുന്നതാണ് ചെലവ്. അപ്പൊ നമുക്ക് 9,400 എന്ന് കിട്ടും. അത് 50,000ത്തിൽ നിന്ന് നമുക്ക് കുറച്ച് നോക്കാം. 9,400 സോറി, ഇത് 14,000 ആണ്. 1,400 അല്ല, 14,000 ആണ്. അപ്പം 14,000 പ്ലസ് 7,500 പ്ലസ് 5,000 ചെയ്യുമ്പോൾ നമുക്ക് 26,500 ആണ് കിട്ടുന്നത്. 26,500 കിട്ടും. 50,000ത്തിന് 26,500 കുറയ്ക്കുമ്പോൾ 23,500 കിട്ടും. ഇത് 100ാമത്തെ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുമ്പോഴേക്കും ഇത് മിക്സഡ് ഫ്രാക്ഷൻ ആയിട്ടാണ് കിടക്കുന്നത്. അത് ആദ്യം സോൾവ് ചെയ്യുക. ഇപ്പൊ 1/4 പ്ലസ് ഇത് എത്ര വരും? 5/2 പ്ലസ് 9/4. അപ്പം ഇത് സോൾവ് ചെയ്തിട്ട് ആദ്യം ഫ്രാക്ഷൻ സോൾവ് ചെയ്യുക. അത് ചെയ്യുമ്പോൾ നമുക്ക് 5 കിട്ടും. 5 - 5 എന്ന് പറയുന്നത് 0. സോ 100 ആണ് കറക്റ്റ് ആൻസർ. താങ്ക് യു.